Hi students, welcome to PK Talks. ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഹിസ്റ്ററി ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ആൻഡ്രോയിഡ്. 2003 ആൻഡി റോബിൻ എന്ന അമേരിക്കൻ പ്രോഗ്രാമർ ആൻഡ്രോയിഡ് INC എന്നൊരു കമ്പനി തുടങ്ങുന്നിടത്താണ് ആൻഡ്രോയിഡിൻ്റെ ചരിത്രം തുടങ്ങുന്നത്. ആൻഡി റോബിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാദർ ഓഫ് ആൻഡ്രോയിഡ് എന്നാണ് ആൻഡി റോബിനെ വിളിക്കുന്നത്. പുള്ളി മൈക്രോസോഫ്റ്റിലും ആപ്പിളിലും ഒക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരുന്നു. പിന്നെ സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങണമെന്ന് കരുതിയിട്ട് 1999 ഡേഞ്ചർ INC എന്നൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. മൊബൈൽ സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ടുള്ളൊരു കമ്പനി ആയിരുന്നത്. അതിനുശേഷം 2003 ആൻഡ്രോയിഡ് INC എന്നൊരു കമ്പനി തുടങ്ങുന്നത്. ഈ ആൻഡ്രോയിഡ് എന്നുള്ള നെയിം വരുന്നത് തന്നെ ആൻഡി റൂബിൻ ആപ്പിളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേരാണ് ആൻഡ്രോയിഡ്. അതാണ് പിന്നീട് ഈ കമ്പനിക്ക് കൊടുക്കുന്നത്. ആൻഡ്രോയിഡ് INCയുടെ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ആൻഡ്രോയിഡ് ഇൻ്റർഫേസ് ആയിരുന്നു. അത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് വിജയിച്ചില്ല. ആ സമയത്ത് ഗൂഗിൾ ആൻഡ്രോയിഡിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ട് 2005 നല്ലൊരു വില കൊടുത്ത് ആൻഡ്രോയിഡിനെ അങ്ങ് സ്വന്തമാക്കി. ഒപ്പം ആൻഡി റൂബിനെയും. ഈ ആൻഡി റൂബിൻ ഗൂഗിളിലോട്ട് വരുമ്പോൾ ഗൂഗിളിൻ്റെ മൊബൈൽ ആൻഡ് ഡിജിറ്റൽ സെക്ഷനിലെ വൈസ് പ്രസിഡൻ്റായിട്ടാണ് വരുന്നത്. അങ്ങനെ 2005 മുതൽ 2014 വരെ 9 വർഷത്തോളം ആൻഡി റൂബിൻ ഗൂഗിളിലുണ്ടായിരുന്നു. ഈ 2014 ചില ഇഷ്യൂസ് മൂലം ഗൂഗിളിൽ നിന്ന് അദ്ദേഹം പുറത്തുപോയി. പിന്നെ ഒരു എസെൻഷ്യൽ പ്രോഡക്റ്റ് എന്നൊരു കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതാണ് ഫാദർ ഓഫ് ആൻഡ്രോയിഡ് എന്ന് വിളിക്കുന്ന ആൻഡി റൂബിൻ്റെ ചരിത്രം. ഇനി നമ്മൾ തിരിച്ച് ആൻഡ്രോയിഡിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 2005 ഈ ഗൂഗിൾ ആൻഡ്രോയിഡിനെ സ്വന്തമാക്കിയതിന് ശേഷം ഗൂഗിൾ തന്നെ മുൻകൈ എടുത്ത് 2007 ഓപ്പൺ ഹാൻഡ്സെറ്റ് അലയൻസ് എന്നൊരു കമ്പനി ഉണ്ടാക്കി. ഈ ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്വന്തമായി സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ഇല്ലാത്ത ഇലക്ട്രോണിക്സ് കമ്പനികൾക്ക് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക. അതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. ആ സമയത്ത് സ്വന്തമായി സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ നോക്കിയയും മൈക്രോസോഫ്റ്റും ആപ്പിളും ബ്ലാക്ക്ബെറിയൊക്കെ. ഇവരുടെ സോഫ്റ്റ്വെയറാണ് ബാക്കിയുള്ള കമ്പനി, അതായത് സാംസങ്, HTC, സോണി എന്നൊക്കെ പറയുന്ന കമ്പനികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ ഓപ്പൺ ഹാൻഡ്സെറ്റ് അലയൻസ് തുടങ്ങുമ്പോൾ ഏതാണ്ട് 30 കമ്പനികൾ അതിലുണ്ടായിരുന്നു. ഇവർ ചേർന്ന് ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ ആൻഡ്രോയിഡ് ബീറ്റ വെർഷൻ 2007 റിലീസ് ചെയ്തു. മാർക്കറ്റിലൊന്നും ഇറങ്ങിയില്ല, പക്ഷെ അത് വിജയിച്ചു, സംഭവം ക്ലിക്കായി. അതിനുശേഷം 2008 HTCക്ക് വേണ്ടി ആദ്യത്തെ ആൻഡ്രോയിഡ് വെർഷൻ 1.0 റിലീസ് ചെയ്തു. മൊബൈൽ ഫോണിന് വേണ്ടി ഇറങ്ങുന്ന ആദ്യത്തെ ആൻഡ്രോയിഡിൻ്റെ പ്ലാറ്റ്ഫോം അതായിരുന്നു. അതിൽ ഈ ഗൂഗിൾ മാപ്പും ഗൂഗിൾ ടോക്കും അതിനൊക്കെ ജിമെയിലും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന മൊബൈൽ ഫോണിൻ്റെ ആ ഒരു ഡിസ്പ്ലേ ഒക്കെ മാറിയിട്ട് ഗ്രാഫിക് യൂസർ ഇൻ്റർഫേസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് റിലീസ് ചെയ്യാൻ ആൻഡ്രോയിഡ് 1.0 ഉണ്ടായിരുന്നു. അതിൻ്റെ ബ്രൗസറിൽ HTML കോഡുകളായിരുന്നു വർക്ക് ചെയ്യുന്നത്. അതിന് മുമ്പ് വരെ ഉള്ള മൊബൈൽ ഫോണിലൊക്കെ ബ്രൗസറിനകത്ത് WML കോഡുകളാണ്. പഴയ നോക്കിയ ഫോണൊക്കെ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അതിനുശേഷം 2009 ആൻഡ്രോയിഡ് 1.1 റിലീസ് ചെയ്തു. ഈ 1.0നെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൊരു വെർഷനായിരുന്നു ഈ ആൻഡ്രോയിഡ് 1.1 എന്ന് പറയുന്നത്. വീണ്ടും 2009 തന്നെ ആൻഡ്രോയിഡ് 1.5 റിലീസ് ചെയ്ത്. അതിനൊരു കോഡ് നെയിം ഉണ്ടായിരുന്നു, കപ്പ് കേക്ക് എന്നായിരുന്നു അതിൻ്റെ പേര്. 1.1നും 1.5നും പ്രത്യേകിച്ച് കോഡ് നെയിമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനെ ആൽഫ ബീറ്റ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ 1.0 എന്ന് പറയുന്ന ആൽഫ എയിൽ തുടങ്ങും, 1.1 എന്ന് പറയുന്ന ബീറ്റ ബിയിൽ തുടങ്ങുന്ന ഒരു കോഡ് നെയിം, ആൻഡ്രോയിഡ് 1.5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോഡ് നെയിം കപ്പ് കേക്ക് C എന്ന് പറഞ്ഞ് തുടങ്ങും. അതിന് അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ള എല്ലാ വെർഷൻസിനും ഏതെങ്കിലും ഒരു സീറ്റ്സിൻ്റെ പേര് വെച്ചിട്ട് ആൽഫബറ്റിക് ഓർഡറിൽ റിലീസ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ 2019 ആൻഡ്രോയിഡ് 10 റിലീസ് ചെയ്ത്. അതിൻ്റെ കോഡ് നെയിം ആൻഡ്രോയിഡ് Q എന്നാണ്. ഇതാണ് 2003 മുതൽ 2019 വരെയുള്ള ആൻഡ്രോയിഡിൻ്റെ ഒരു ചരിത്രം. ഞാനിവിടെ ആൻഡ്രോയിഡ് 1.5 മുതൽ ആൻഡ്രോയിഡ് 10 വരെയുള്ള ആൻഡ്രോയിഡിൻ്റെ ഡിഫറൻറ്റ് വെർഷൻസും അതിൻ്റെ കോഡ് നെയിം കൊടുത്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനകത്ത് ചിലതെങ്കിലുമൊക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള പ്ലാറ്റ്ഫോമിലുണ്ട് എങ്കിൽ അതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് അന്ന് നിങ്ങൾ ഉപയോഗിച്ചിരുന്ന സമയത്ത് എന്തായിരുന്നു എന്നുള്ളത് ചെക്ക് ചെയ്യുക. അത് ഇനി നമുക്ക് ആൻഡ്രോയിഡിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് നോക്കാം. ഒന്നാമത്തെ ഫീച്ചർ പറയുന്നത് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക്. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് മറ്റുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനേക്കാൾ സിമ്പിളാകുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ആൻസറാണ് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിവൈസിൻ്റെ വൈഫൈ എനേബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ വൈഫൈ മാനേജർ എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് ഗെറ്റ് എനേബിൾ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. അതിനെ കോൾ ചെയ്താൽ മതി. അതായത് നമുക്ക് ഒരു വൈഫൈ എനേബിൾ ആക്കാൻ വേണ്ടി തൗസൻഡ്സ് ഓഫ് ലൈൻ ഓഫ് കോഡ് എഴുതേണ്ടിയിരുന്നിടത്ത് ഒറ്റ ഒരു ഫംഗ്ഷൻ കോൾ കൊണ്ട് നമുക്കവിടെ കാര്യം ചെയ്യാൻ പറ്റും. അത് ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്കും അതിനകത്തുള്ള ക്ലാസ്സുകളും നൽകുന്ന ഒരു അഡ്വാൻറ്റേജാണ്. ഈ വൈഫൈ മാനേജർ എന്ന് പറയുന്നതാണ് പോലെ തന്നെ ഇഷ്ടം പോലെ ക്ലാസ്സുകൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്കിനകത്തുണ്ട്. എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ മാനേജർ, സെൻസർ മാനേജർ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ ക്ലാസ്സുകൾ. ഈ ക്ലാസ്സുകളിലെല്ലാം ഫംഗ്ഷൻസ് ഉണ്ട്. ആ ഫംഗ്ഷൻസിനെയൊക്കെ കോൾ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സിമ്പിളായിട്ട് ഒറ്റ ലൈനിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അടുത്തൊരു ഫീച്ചർ പറയുന്നതാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് എന്നുള്ളത്.
ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. നമുക്കതിൻ്റെ കോഡ് എടുക്കാം, എഡിറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്പൺ ഹാൻഡ്സെറ്റ് അലയൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്തുള്ള കമ്പനികൾ ആൻഡ്രോയിഡിൻ്റെ കോഡ് അവരുടെ ഡിവൈസിന് സ്യൂട്ടാവുന്ന രീതിയിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കും അതേപോലെ ഈ കോഡ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അതേപോലെ തന്നെ അടുത്ത ഫീച്ചർ പറയുന്നത് ഡാൽവിക് വിർച്വൽ മെഷീൻ. ഡാൽവിക് എന്ന് പറയുന്ന ഐസ്ലാൻഡിലെ ഒരു ടൗണിൻ്റെ പേരാണ്. ജാവയിലെ കോഡുകൾ പി സിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ജാവ വിർച്വൽ മെഷീൻ ഉണ്ട്, എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതേപോലെ മൊബൈൽ ഡിവൈസിൽ ആപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വിർച്വൽ മെഷീനാണ് ഡാൽവിക് വിർച്വൽ മെഷീൻ. അതൊരു ഫീച്ചറാണ്. അടുത്ത പറയുന്നത് നേറ്റീവ് ലൈബ്രറി. നമ്മൾ ആൻഡ്രോയിഡിൻ്റെ ലെയർ പറഞ്ഞതാണ് നേറ്റീവ് ലൈബ്രറിയെ കുറിച്ചിട്ട്. ഇപ്പം നമുക്ക് ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ജാവ യൂസ് ചെയ്യാം. അപ്പോൾ ജാവ യൂസ് ചെയ്ത് ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജാവ സപ്പോർട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ ജാവയിൽ നിന്ന് നമുക്ക് എടുക്കാത്ത ചില ഫങ്ഷൻസിനെ പുറത്തുള്ള ലൈബ്രറിയിൽ നിന്ന് എടുക്കാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ GL, ഓപ്പൺ ഗ്രാഫിക്സ് ലൈബ്രറി, ജാവയ്ക്കകത്തുള്ളതല്ല, പുറത്തുള്ള ഒരു ലൈബ്രറി. അതിനെ നമുക്ക് ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതിനെക്കൊണ്ട് SQLite എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഉണ്ട്, ജാവയ്ക്കകത്തുള്ളതല്ല, പുറത്തുള്ള ലൈബ്രറിയാണ്. ജാവ യൂസ് ചെയ്ത് നമ്മൾ ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ SQLite എന്നുള്ള പുറത്തുനിന്നുള്ള ലൈബ്രറിയെ നമുക്ക് ആൻഡ്രോയിഡിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അത് ഈ നേറ്റീവ് ലൈബ്രറി എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അതൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെ അടുത്തൊരു ഫീച്ചർ പറയുന്നതാണ് ഓൾ മീഡിയ സപ്പോർട്ട്. അതായത് ആൻഡ്രോയിഡ് എല്ലാ മീഡിയയും സപ്പോർട്ട് ചെയ്യും. അതായത് MP3, MP4, JPEG, GIF അങ്ങനെയുള്ള എല്ലാ ഫോർമാറ്റുകളും സപ്പോർട്ട് ചെയ്യും എന്നുള്ളത്. വേറെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ഫീച്ചറാണ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. നമ്മൾ ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഐഡിയാണ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. ഗൂഗിളിൻ്റെ തന്നെ ഒരു ഐഡിയാണ്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ തന്നെ ഉപയോഗിക്കണമെന്നില്ല. ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് എക്ലിപ്സ് യൂസ് ചെയ്യാം, നെറ്റ്ബീൻസ് യൂസ് ചെയ്യാം, വിഷ്വൽ സ്റ്റുഡിയോ യൂസ് ചെയ്യാം. പക്ഷേ കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ആണ്. കാരണം അതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം എക്ലിപ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജാവയാണ് എക്ലിപ്സിലും നെറ്റ്ബീൻസിലും ഒക്കെ കൂടുതലും സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്, ജാവ ഡെവലപ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പക്ഷേ ആൻഡ്രോയിഡും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. വിഷ്വൽ സ്റ്റുഡിയോയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ അത് മൈക്രോസോഫ്റ്റിൻ്റെ പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടേ അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോട്ട് പാഡിനകത്ത് കോഡ് എഴുതിയും ആപ്പ് ഡെവലപ്പ് ചെയ്യാം. പക്ഷേ അവിടുത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ആപ്പ് ഡെവലപ്പ് ചെയ്യുമ്പം അതുമായി ബന്ധപ്പെട്ട് ഒരു 10-25ഓളം ഫോൾഡറുണ്ട്. അതിൻ്റെ നെയിമൊക്കെ കൊടുത്ത് നമ്മൾ ആ ഫോൾഡറിനെ അറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാനുവലായിട്ട് ചെയ്യുന്നത് ഡിഫിക്കൽട്ടാണ്. അതേസമയം നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ അതേപോലുള്ള ഏതെങ്കിലും ഐ ഡി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോൾഡറൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഓർഡറിൽ ക്രിയേറ്റ് ആയിക്കോളും. നമ്മൾ കോഡ് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിൻ്റെ ഒരു ഫീച്ചറാണ്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഫീച്ചർ പറയുന്നത് ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ഓപ്പൺ ഹാൻഡ്സെറ്റ് അലയൻസിൻ്റെ ഒരു പ്രോഡക്റ്റാണ് എന്നുള്ളത്. ഓപ്പൺ ഹാൻഡ്സെറ്റ് അലയൻസ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ തന്നെ മുൻകൈ എടുത്ത് ഫോം ചെയ്തിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന കമ്പനികളാണ് അതിനകത്തുള്ള മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഓപ്പൺ ഹാൻഡ്സെറ്റ് അലയൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇപ്പോൾ ഉള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആപ്പിൾ മാത്രമാണ്. ആപ്പിളും ആപ്പിളിൻ്റെ iOSഉം. ഈ ഓപ്പൺ ഹാൻഡ്സെറ്റ് അലയൻസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് ആപ്പിൾ മാത്രമായിരുന്നില്ല ഇതിന് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നത്. നോക്കിയ ഉണ്ടായിരുന്നു, ബ്ലാക്ക്ബെറി ഉണ്ടായിരുന്നു, മൈക്രോസോഫ്റ്റ് ഉണ്ടായിരുന്നു. വർഷങ്ങൾ കഴിയുന്തോറും ആൻഡ്രോയിഡുമായിട്ട് മത്സരിച്ച് അവരൊക്കെ ഇപ്പം വളരെ പിറകിലായി. ആൻഡ്രോയിഡിൻ്റെ കൂടെ ഇപ്പം നിൽക്കുന്നത് ആപ്പിൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ആപ്പിളിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ iOS എന്ന് പറയുന്ന ആപ്പിളിൻ്റെ ഡിവൈസിനകത്ത് മാത്രം യൂസ് ചെയ്യുന്നതാണ്. അതേസമയം ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ഓപ്പൺ ഹാൻഡ്സെറ്റ് അലയൻസ് എന്ന് പറയുന്നതിനകത്ത് ഏതൊക്കെ കമ്പനി ഉണ്ടോ അവരെല്ലാം യൂസ് ചെയ്യുന്ന ഇഷ്ടം പോലെ കമ്പനികൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ആൻഡ്രോയിഡ് എന്ന് പറയുന്നത്. അവിടെയാണ് ആൻഡ്രോയിഡിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് ആൻഡ്രോയിഡിൻ്റെ ഒരു ഹിസ്റ്ററിയും അതിൻ്റെ ഫീച്ചേഴ്സും ആയിരുന്നു. മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.